തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരി ചടങ്ങിന്റെ ഭാഗമായിട്ടുള്ള നെൽക്കതിർ സമർപ്പണ ചടങ്ങ് ആരംഭിക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മേയർ വി രാജേഷിന്റെ നേതൃത്വത്തിലാണ് നെൽക്കതിർ സമർപ്പണം നടക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് നെൽക്കതിർ എത്തിക്കുകയാണ്. ഇന്ന് രാവിലെ ഈ കൊയ്ത്തുത്സവം നടത്തിയിരുന്നു. പ്രേക്ഷകർ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ നെൽക്കതിർ സമർപ്പണം ആ ചടങ്ങുകൾ ആരംഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കെ ബി ശ്യാമപ്രസാദ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശ്യാമിലേക്ക് വരാം. നമുക്ക് അതിനു മുൻപ് ആ ദൃശ്യങ്ങളിലേക്ക്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരി ചടങ്ങിനോടനുബന്ധിച്ചുള്ള നെൽക്കതിർ സമർപ്പണ ചടങ്ങാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ നെൽക്കതിർ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് കൊയ്ത്തുത്സവമായിരുന്നു. ഒപ്പം തന്നെ അനന്തപുരിയുടെ പ്രൗഢി, ഒപ്പം തന്നെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇടചേർന്ന് കിടക്കുന്ന ചടങ്ങ് കൂടിയാണ്. ശ്യാമുണ്ട് വിവരങ്ങൾ നൽകാനായി. ശ്യാമ, പറയൂ, ഇനി എന്തൊക്കെയാണ് ചടങ്ങുകൾ? ക്ഷേത്രത്തിലേക്കുള്ള നെൽക്കതിർ സമർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ രാവിലെ ചെയ്ത പൊൻകതിർ നെല്ലിന്റെ സമർപ്പണം, ആ സമർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെയോടുകൂടി തന്നെ നെൽക്കറ്റകളെല്ലാം തന്നെ കൊയ്തെടുത്തിരുന്നു. പ്രധാനമായും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലുള്ള പുത്തരിക്കണ്ട മൈതാനത്താണ് ഇതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിൽ നെല്ല് വിത്ത് പാകി ഇത്തരത്തിൽ നെൽക്കതിരുകൾ വിളവെടുക്കുന്ന ആ ഭാഗമായപ്പോൾ തന്നെ ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെ ഈ ചടങ്ങിന്റെ ഭാഗമായിട്ടുള്ള കൊയ്ത്ത് നടന്നു. നെൽക്കതിരുകൾ കൊയ്ത്തെടുക്കുകയും ഇതിനുശേഷം വൈകിട്ട് ഈ സമയം, അതായത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സമയത്താണ് മേയർ അടക്കമുള്ള ഭരണസമിതി അടക്കമുള്ള സംഘങ്ങൾ ഇപ്പോൾ നെൽക്കതിർ തലയിലെത്തി അത് ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത്. കിഴക്കേ ഗോപുരനടയിലേക്ക് മേയർ സംഘവും ഇത് തലച്ചുമടായി തീർന്നുകൊണ്ട് ഈ നെൽക്കതിരുകൾ എത്തിക്കും. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. പൗരാണികവും ആചാരപരവുമായ ആ വിശ്വാസങ്ങൾ മുറിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തവണയും നെൽക്കതിർ പുത്തരിക്കണ്ട മൈതാനത്തിലേക്ക് ശ്രീ പത്മനാഭസ്വാമിയുടെ മുന്നിലേക്ക്, ഭഗവാന്റെ മുന്നിലേക്ക് ഇത്തരത്തിൽ എത്തുക ചെയ്യുക. എന്തായാലും ഇത്തവണ മറ്റു വ്യത്യസ്തമായി കിഴക്കേ ഗോപുരനടയിൽ മേയർ നേരിട്ടാണ് ഇത്തവണ നെൽക്കതിർ സമർപ്പിക്കുക. ഒപ്പം ക്ഷേത്രമന്ദിർ ഇവിടെ അലങ്കാര മന്ദിരത്തിൽ നെൽക്കതിരുകൾ ഏറ്റുവാങ്ങുകയും പിന്നെ മതിലകത്തേക്ക് കൊണ്ടുപോകുകയും അതിനുശേഷം ഓഗസ്റ്റ് 3 അടുത്ത മാസം 3 നടക്കുന്ന നെല്ല് കൃഷിക്കാണ് ഭക്തർക്ക് വിതരണം ചെയ്യുകയും പരിപാടി വിതരണം ചെയ്യുന്നത്. എന്തായാലും ആദ്യവേണ്ട ദോഷങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെ നെൽക്കതിരുകളെല്ലാം പിന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രനടയിലേക്ക് ഭരണസമിതി കൊണ്ടുപോവുകയാണ്. ഒപ്പം തന്നെ നിരവധി ഭക്തരെല്ലാം തന്നെ ഇങ്ങനൊരു സമർപ്പണ ചടങ്ങിന്റെ ഭാഗമായി ചെയ്യുന്ന പലരും ആ നെൽക്കതിരുകളെല്ലാം തലയിലും കയ്യിലും വേണ്ടി നടന്നു നീക്കുകയാണ് ക്ഷേത്രത്തിലേക്ക്. ഇവിടെ നിന്ന് എത്തുന്ന ഈ നെൽക്കതിരുകൾ കിഴക്കേ ഗോപുരങ്ങളെയും ക്ഷേത്രം അധികൃതർ ഈ നെൽക്കതിരുകൾ ഏറ്റുവാങ്ങുകയും ചെയ്യും. ഈ ക്ഷേത്രം അതിനകത്തേക്ക് ഈ നെൽക്കതിരുകൾ കൊണ്ടുപോകുകയും ചെയ്യും. എന്തായാലും പൗരാണികവും ആചാരപരമായ ആ വിശ്വാസം അത് വളരെ മനോഹരമായ ഒരു കാഴ്ചപ്പെടുത്തുകയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ദീർഘനാളായി ഈ ഒരു ആചാരപരമായ ഭരണസമിതി അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഈ നെൽക്കതിരുകൾ തലയിലേക്ക് നീങ്ങുമ്പോൾ കിഴക്കേ ഗോപുരനടയിലാണ് ഇത്തവണ ഈ നെൽക്കതിരുകൾ എത്തിക്കുക. ഒപ്പം തന്നെ ക്ഷേത്രമധികൃതർ ഇവിടെ നിന്ന് ഏറ്റുവാങ്ങുകയും
ഇതിനുശേഷം ക്ഷേത്രമധികൃതർ ഇത് മതിലകത്തേക്ക് കൊണ്ടുപോയ ശേഷം ആണ് മറ്റ് പൂജാ ചടങ്ങുകളെല്ലാം തന്നെ അടുത്ത മാസം 3 നിരവധിയുടെ ഭാഗമായി നെൽക്കതിർ പൂജ ചെയ്ത് ഭക്തർ